കൃഷ്ണന്റെ മുന്നിലേക്ക് മന്തി വെച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു വള്ളിക്കെട്ട് പോയി വാങ്ങിച്ച മന്ദബുദ്ധികളെ എന്ത് പറയാനാണ്. മാപ്പൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും കുറച്ച് പോഷൻ ഇവിടെ വെക്കാം. നമസ്കാരം, മെഹർ മന്ത്യാനി ഗ്രിൽസിൽ നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്ത് ഒരാളെ കൊണ്ടാണ് പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലും ഒന്നിലും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടിൽ ഞങ്ങൾ മാനേജ്മെന്റ് ടീം നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. ഈ മാപ്പൊന്നും എവിടെ എടുക്കാനൊന്നും പോകുന്നില്ല. ചെയ്തതിന്റെ ഡെപ്ത് അറിയാതെയാണ് കളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് തന്നെയായാലും ചേർത്തലയിൽ നടന്ന മെഹർ, അതായത് ഈ പലരും പറയുന്ന പുതിയൊരു നരേഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ്, ഒന്നുമല്ല കേട്ടോ. പൊട്ടന്മാരാ, തീരെ വിവരവും ബോധവും ഇല്ലാത്തവരാ. അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പോയത്. ഈ ഒന്നാമത്തെ കാര്യം, നമ്മളുടെ സിറ്റുവേഷൻ, നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യവസ്ഥ ഇപ്പൊ ഭയങ്കര ബാഡാണ്, ഭയങ്കര ബാഡ് സിറ്റുവേഷനാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊന്നും ഒരു വലിയ ട്രബിൾ അല്ലായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ ഇത് അങ്ങനെയാണ്. ഇപ്പോ നോർത്ത് സൈഡിൽ നിന്നുള്ള കുറെ വാനരന്മാർ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ കണ്ണും തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യം ഇട്ടുകൊടുക്കുക. ഷിയാസിന്റെ കേസൊക്കെ കണ്ടില്ലായിരുന്നോ? അത് അവർ തമാശയാണ്, പക്ഷെ അത് അത്രയും പ്രോബ്ലം ആക്കി എടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയാണ് ആ ഒരു മതവ്യത്യാസം അല്ലെങ്കിൽ ഈ ഒരു വൃത്തികേട് ഇല്ലാത്തത് കേരളത്തിൽ. അത് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആളുകൾ പോയി ചാടി കൊടുക്കുന്നു. നമ്മൾ അതിന് കാരണക്കാരാകാതിരിക്കുക എന്നുള്ളത് മാനുഷികമായിട്ടുള്ള ഒരു ചിന്താധാരയാണ്. ബോധം വിവരം തീരെയില്ല. പിന്നെ കൃഷ്ണന്റെ കേസിൽ ഈ ഹിന്ദു മതവിശ്വാസത്തിലുള്ളവരെല്ലാവരും സസ്യഭുക്കുകളല്ല. അങ്ങനെ ഒരു നരേഷനൊക്കെ പറയുന്നത് തെറ്റ് തന്നെയാണ്. അവരൊക്കെ മാംസം കഴിക്കുന്നവരാണ്, ബീഫ് കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുന്നവരാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു വിഭാഗം ജനത മാത്രം കഴിക്കാനാണെങ്കിൽ ഈ സാധനങ്ങളൊന്നും വിറ്റുപോകത്തില്ലല്ലോ. ഇതൊക്കെ അറബിക് ഫുഡുകളാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഫുഡാണ് കപ്പ. കപ്പ നമ്മുടെ നല്ല ഡച്ചുകാരുടേതാ. അങ്ങനെ ഭക്ഷണത്തിൽ തന്നെ നമുക്കിവിടെ ഉമ്മക്കിവിടെ കഞ്ഞിയും പയറും ഒക്കെ തന്നെ ആയിരുന്നു. മറ്റതൊക്കെ വന്നത് എല്ലാം വിദേശത്ത് നിന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കൂടുതൽ അധികമായിട്ട് ഒരു ആധിക്യമുള്ളത് ഈ അറബ് ഫുഡുകൾക്കാണ്. വിദേശത്താണ് ആൾക്കാർ അധികമുള്ളത് കൊണ്ട് അവര് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഫുഡുകൾ അതായത് കൊണ്ടാണ് ഇവിടേക്ക് അത് കൊണ്ടുവന്നിട്ടുള്ളത്.